ചൈന തങ്ങൾ മുന്നിലാണെന്ന് പറയുന്നത് മാത്രമല്ല, അവർ മുന്നിലാണ് പല കാര്യങ്ങളും എന്നുള്ളത് സത്യസന്ധമാണ്. കാരണം ചൈന എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ പവർ ഹൗസായി മാറിയിട്ട് എത്ര നാളായി കഴിഞ്ഞു. ലോകത്തുള്ള മുഴുവൻ വിപണികളിലും ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ഡംപ് ചെയ്യുകയാണ് അവർ. അതിനെ പാശ്ചാത്യ ലോകം കാണുന്ന മറ്റൊരു രീതിയിലാണ്. ഇങ്ങനെ അമിതമായി ഉൽപ്പാദിപ്പിച്ച് ഡംപ് ചെയ്യുക, വിലയിടിക്കുക, അങ്ങനെ വിപണി പിടിക്കുക, ഇതാണ് ചൈനയുടെ തന്ത്രം എന്നാണ് അവർ കരുതുന്നത്. പക്ഷേ അത് മാത്രമല്ല, മനുഷ്യർക്ക് ഉപകാരമുള്ള, മനുഷ്യർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവരുണ്ടാക്കുന്നുണ്ട്. സുകേഷ് ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയോ, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന യൂട്ടിലിറ്റി സാധനങ്ങൾ മുഴുവൻ, ഒരു ഉദാഹരണം പറയാം. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഫാൻ തുടയ്ക്കാനുള്ള ഉപകരണം. എന്നെ സംബന്ധിച്ച് ഭയങ്കര ക്രൈസിസാണത്. വീട്ടിലെ ഫാൻ തുടയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ലാഡർ വെച്ച് കയറണം, ഈ തുണി വെച്ച് തുടയ്ക്കണം. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിന് പോലും അവർ വളരെ സിമ്പിളാണ്, അതിനും അവർക്ക് പരിഹാരമുണ്ട്. എന്ന് മാത്രമല്ല, ഈ ചൈനയിൽ നിന്നുള്ള വീഡിയോസൊക്കെ ശ്രദ്ധിച്ചു നോക്കിയോ, നമ്മൾ ഇതുവരെയും കാണാത്ത എക്യുപ്മെൻറ്റ്സ് അവർ കണ്ടെത്തുന്നു. എല്ലാ യൂട്ടിലിറ്റി എക്യുപ്മെൻറ്റ്സ് അവർ കണ്ടെത്തുകയാണ്. ഞാൻ ഹൈഡ്രജൻ ബോംബ് അതൊക്കെ മാറ്റി വെച്ചിട്ട് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ മനുഷ്യർക്ക് ഉപകാരമുള്ള പല സാധനങ്ങളും അവർ ഇൻവെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇത്ര സ്വീകാര്യത ലോകത്തെവിടെയും ഉണ്ടാകുന്നത്. ടോയ്സ് മുഴുവൻ അവരുടെയാണ്. അപ്പോൾ മുമ്പ് ചൈനയുടെ പ്രോഡക്ട്സിനെ പറ്റിയുള്ള ഒരു ആക്ഷേപം എന്ന് പറഞ്ഞാൽ അവർക്ക് ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ക്വാളിറ്റി അവർ അപ്ഗ്രേഡ് ചെയ്യുന്നത് മാത്രമല്ല, പല പാശ്ചാത്യൻ കമ്പനികളിലും ഉൽപ്പാദനം മുഴുവൻ ചൈനയിലാണ്. അപ്പോൾ അവർക്ക് ക്വാളിറ്റി അഷ്വർ ചെയ്തേ പറ്റൂ. അപ്പോൾ അങ്ങനെ അവർ വിപണി പിടിക്കുകയാണ്. അവർ അതിലേക്ക് വന്ന രീതി, അതിനെപ്പറ്റിയൊക്കെ കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളിൽ ചൈന ആധിപത്യം സ്ഥാപിച്ചെന്ന് ചോദിച്ചാൽ, ജപ്പാന് പണി കൊടുത്തിട്ട് തന്നെയാണ്. ജപ്പാൻ്റെ പല ഉൽപ്പന്നങ്ങളുടെയും കോപ്പി സാധനങ്ങൾ അവർ വില കുറച്ച് കൊടുത്ത് വിപണി പിടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ജപ്പാനെ തകർത്ത് കളഞ്ഞു ഇലക്ട്രോണിക്സ് രംഗത്ത്. അതുപോലെ റോബോട്ടിക്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും അവർ കൂടുതലായിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ ചൈന മുന്നോട്ട് പോകുന്നു ചോദിച്ചാൽ, ഞാൻ പറയാം, അതിൽ അവിടെ ജനാധിപത്യം ഇല്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറയും. കാരണം എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ് കൺട്രോൾഡാണ്. അപ്പോൾ സ്റ്റേറ്റ് കൺട്രോൾഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അച്ചടക്കം, കൃത്യനിഷ്ഠത, ഇതൊക്കെ അതിനെ കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ ചൈനക്കാരുടെ മൊത്തത്തിലൊരു കൾച്ചറിൽ ഈ പറയുന്ന കഠിനാധ്വാനം, അച്ചടക്കം, ഇതൊക്കെ അവർക്കുണ്ട്. പിന്നെ പണിയെടുക്കാൻ തക്ക വലിയൊരു ജനസംഖ്യയുമുണ്ട്. ഈ പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ചും ജപ്പാനെ സംബന്ധിച്ചും അവർ പിന്നോട്ടടിക്കുന്ന ഒരേ ഒരു കാര്യം, അവർക്ക് വർക്ക് ഫോഴ്സ് ഇല്ല എന്നതാണ്. ചൈനയെ സംബന്ധിച്ച് വർക്ക് ഫോഴ്സിന് ഒരു തരത്തിലുള്ള തടസ്സമില്ല. ഇനി മറ്റൊരു കാര്യം പറഞ്ഞു, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന രാജ്യമാണ്. ഇന്ത്യയേക്കാൾ കൂടുതൽ ആളുകൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന രാജ്യമാണ് ചൈന. ഏതാണ്ട് 90 കോടി മനുഷ്യർ അവിടെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതൊരു വലിയ സംഖ്യയാണ്. അങ്ങനെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന 90 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം സ്വാഭാവികമായ ഒരു ടെക്നോളജിക്കലി അഡ്വാൻസ് ആവും. അത്രയും വർക്ക് ഫോഴ്സ് ഉണ്ടാകുന്നു. അതുപോലെ ടെക്നിക്കലി നോഹൗ ഉള്ള വലിയൊരു ജനസംഖ്യ ഉണ്ടാകുന്നു. അത് അവരെ സംബന്ധിച്ച് വലിയ തോതിൽ മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്താണ്. പക്ഷേ ഇതിലൊരു തിരിച്ചടി എന്ന് പറയാനുള്ളൊരു കാരണം, ഒന്ന്, ഈ സ്റ്റേറ്റ് കൺട്രോൾ ആയിട്ടുള്ള ഈ എന്താണ് പറയുക, സയൻറ്റിഫിക് റിസർച്ചുകൾ, ടെക്നോളജിക്കൽ റിസർച്ചുകൾ, അതുപോലെ പേറ്റൻറ്റുകൾ, ഇതൊക്കെ എത്രമാത്രം ഉള്ളതായിരിക്കും, അതൊക്കെ എത്രമാത്രം ഗുണപ്രദമായിരിക്കും, അതിലുള്ള അഴിമതിയുടെ സാധ്യതകൾ, അതുപോലെ അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ പോലും ഇന്ന് അമേരിക്കയെ വിറപ്പിക്കാൻ കഴിയുന്ന, അമേരിക്കയ്ക്ക് യുദ്ധം ചെയ്യാനുള്ളൊരു എതിരാളിയായെങ്കിലും, ഒരു എക്കണോമിക് വാറാണെങ്കിൽ തന്നെയും, മിലിറ്ററി എക്കണോമിക്കലി അമേരിക്കയ്ക്ക് യുദ്ധം ചെയ്യാൻ കഴിയുന്ന തത്തുല്യനായ ഒരു എതിരാളിയായി ചൈന വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് അമേരിക്കയെ സർപ്പാസ് ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി മിലിറ്ററിയുടെ കാര്യത്തിലാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ, അവർ ഈ സൈനിക രംഗത്ത് അവർ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ AI നിയന്ത്രിത ഡ്രോണുകൾ, അതിലവർ വലിയ തോതിൽ മുന്നോട്ട് പോയി കഴിഞ്ഞു. AI നിയന്ത്രിത ഡ്രോണുകൾ എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഇൻവെൻഷനാണ്. നമുക്കറിയാം, പൈലറ്റില്ലാ വിമാനം എന്ന് പറയുന്നത് പോലെയല്ല. ഒരു സ്ഥലത്ത് ചെന്നിട്ട് നിർമ്മിത ബുദ്ധിയുടെ സാഹചര്യത്തിൽ എന്താണ് ഇനി പ്രവർത്തിക്കേണ്ടതെന്ന് സ്വയം തീരുമാനിക്കാൻ കഴിയുന്ന ഡ്രോണുകൾ, അതിൽ റോബോട്ടിക്സ്, മിലിറ്ററിയിൽ തന്നെ റോബോട്ടിക്സ്, AI വെപ്പൺസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു തോക്ക് എടുക്കുക, തോക്ക് നമുക്ക് എവിടെയാണ് ഉന്നം വയ്ക്കേണ്ടത്, ആ ഉന്നം വയ്ക്കുന്ന സാധനം മൂവ് ചെയ്യുകയാണെങ്കിൽ പോലും ആ തോക്ക് സ്വയം മൂവ് ചെയ്ത് അതിനെ അല്ലെങ്കിൽ പിന്തുടർന്ന് അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നുള്ള വെപ്പൺസ്, അതൊക്കെ ഒരു വലിയ തോതിലുള്ള അഡ്വാൻസ്മെൻ്റ് ആണ്. മറ്റൊരു കാര്യം, ഇങ്ങനെയുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഉള്ളതോടൊപ്പം തന്നെ ഈ ജനാധിപത്യമില്ലായ്മ, അതൊരു വലിയ പ്രശ്നമാണ്. ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. കാരണം ഈ ടെക്നോളജി ഇവരെന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട്. ഉപയോഗിക്കപ്പെടുന്ന ടെക്നോളജിയെ എത്രമാത്രം ഒരു പബ്ലിക് സ്ക്രൂട്ടനിക്ക് വിധേയമാകുന്നു, ജനാധിപത്യപരമായി റിവ്യൂ ചെയ്യപ്പെടുന്നു എന്നുള്ളതൊക്കെ വലിയ വലിയ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇപ്പോൾ അമേരിക്ക ഇത്രയും നാളും ലോകത്തെ ഭരിച്ചില്ലേ, എല്ലാ അർത്ഥത്തിലും ലോകത്തെ ഭരിച്ചില്ലേ, എന്നിട്ട് ലോകം നന്നായില്ലല്ലോ. അവർ പല രാജ്യങ്ങളെയും ആക്രമിക്കുന്നു, അവരുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ വികസിപ്പിക്കുന്നു, അവർ അധിനിവേശങ്ങൾ നടത്തുന്നു, മനുഷ്യരെ കൊന്നൊടുക്കുന്നു. ഇതൊക്കെയല്ലേ അവരുണ്ടായി. ജനാധിപത്യമുള്ള ഒരു മുതലാളിത്ത രാജ്യം, അവർക്ക് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടായിട്ട് അവർ ലോകത്തോട് ചെയ്തെന്താണ് നമ്മൾ കണ്ടതാണ്. ഇനി ജനാധിപത്യം ഇല്ലാത്ത ചൈന ഇങ്ങനെ മുന്നേറിക്കഴിഞ്ഞാൽ അവരും അമേരിക്ക പെരുമാറിയതുപോലെ പെരുമാറുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം,
ചൈന ഇന്ന് വരെ ഒരു രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പോയിട്ടില്ല. ഇപ്പോൾ അവർക്ക് വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ആഫ്രിക്കയിൽ അവർ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയുള്ള വേറെ കച്ചറകൾ, മറ്റ് രാഷ്ട്രീയ ഇടപെടൽ അവർ ചൈന ഇടപെടുന്നില്ല. അവരവിടെ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നു, ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നു, അവർ പുതിയ വ്യാപാരപാതകൾ തുറക്കുന്നു, അവരുടെ അയൽപക്കത്തുള്ള മുഴുവൻ രാജ്യങ്ങളെയും അവരോടൊപ്പം നിർത്തിക്കൊണ്ട് അഡ്വാൻസ് ചെയ്യുന്നു. അവരെ രാഷ്ട്രീയ ശത്രുക്കൾ അവർ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതല്ലാതൊരു മിലിറ്ററി എന്താണ് പറയുക ഇൻവേഷൻ അവരുടെ അജണ്ടയിലില്ല, അവർ ചെയ്യുന്നുമില്ല. പക്ഷെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ചില ഒരസലുകൾ ഉണ്ടാകുന്നുണ്ട്, പ്രത്യേകിച്ചും തായ്വാനുമായി ബന്ധപ്പെട്ടും ഫിലിപ്പീൻസുമായി ബന്ധപ്പെട്ടൊക്കെ തെക്കൻ നമ്മുടെ കാര്യത്തിലും ഇന്ത്യയുമായും ഒക്കെ അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇൻവേഷനിലേക്ക് അവർ കിടക്കുന്നില്ല, ആളെ കൊല്ലാൻ പോകുന്നില്ല അമേരിക്കയുമായി താരതമ്യപ്പോൾ എന്നുള്ളത് നമ്മൾ പരിഗണിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഒരു ജനാധിപത്യവാദി എന്ന നിലയിൽ ഞാൻ ആ അർത്ഥത്തിൽ ഒരു ചൈന സിമ്പതൈസർ അല്ല, വ്യക്തിപരമായെന്ന് കൂടി പറയാം.